നിങ്ങളെല്ലാവരും ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള ഒരു മുദ്രയാണെന്ന് ഞാൻ അഭ്യസിപ്പിക്കാൻ പോണത്. ഇത് നിങ്ങൾ അഭ്യസിക്കാൻ തുടങ്ങിയത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ചിട്ട് 3ാമത്തെ മാസം തൊട്ടാണ്. പ്രസവിച്ച് കുറഞ്ഞതൊരു 12 മാസമെങ്കിലും ഈ മുദ്ര നിങ്ങൾ പിടിച്ചിരുന്നു. അതുകൊണ്ട് ഈ മുദ്രയുടെ പേര് ആദിമുദ്ര എന്നാണ്. ആദിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക എന്ന് പറയും. ഇത് നമ്മളുടെ ത്രിഗുണങ്ങളെ, വാത പിത്ത കഫങ്ങളെ സമീകരിക്കാൻ പറ്റിയൊരു മുദ്രയാണ്. മാത്രമല്ല നമ്മളുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, തുമ്മല്, ജലദോഷം, അലർജി, ആസ്മ, ശ്വാസം മുട്ട തുടങ്ങിയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെല്ലാം കുറച്ചു കൊണ്ടുവരാൻ പര്യാപ്തമാണ്. ഇനി എന്താണ് മുദ്ര എന്ന് പഠിക്കണ്ടേ? നമ്മളുടെ കയ്യിന്റെ പെരുവിരല് കൈപ്പത്തിയുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുക. 4 വിരലുകൾ അതിന്റെ മുകളിൽ പിടിച്ചാൽ മാത്രം മതി. ഇതാണ് മുദ്ര. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന മുദ്രയാണ്. ഇങ്ങനെ മുദ്ര പിടിക്കുമ്പോൾ അരമിനിറ്റിനകം നിങ്ങൾക്ക് എൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ 1 മിനിറ്റില് 18 പ്രാവശ്യമാണ് ബ്രീത്ത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ പിടിച്ച് കൈ മലർത്തി വെറുതെ കാലിന് മുകളിൽ വെച്ചാൽ മതി. അതോടെ 1 മിനിറ്റിലെ ബ്രീത്തിങ്ങിന്റെ എണ്ണം 16 കുറയും. ബ്രീത്തിങ്ങിന്റെ എണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം വർദ്ധിക്കുന്ന അർത്ഥം. ഓരോ ശ്വാസത്തിലൂടെയും നമ്മൾ അകത്തേക്കെടുക്കുന്ന പ്രാണവായുവിന്റെ അളവ് കൂടും. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും. ഒപ്പം നമ്മളുടെ ഏജിങ്ങിനെ കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല ബ്രീത്തിങ്ങിന്റെ എണ്ണം കൂടുന്തോറും നമുക്ക് മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാവും. ബ്രീത്തിങ്ങിന്റെ എണ്ണം കുറയും തോറും നമുക്ക് മാനസികമായിട്ടുള്ള വിശ്രാന്തി ഉണ്ടാവും. അങ്ങനെ ശരീരത്തിന്റെ മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും മനസ്സിന്റെ സുഖം വർദ്ധിപ്പിക്കാനും ഈ മുദ്ര കാരണമായി തീരും. ഇത് കിടക്കുമ്പോഴോ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോൾ വേണം ചെയ്യാവുന്ന മുദ്രയാണ്. ഇത്തരം ഒത്തിരി കാര്യങ്ങള് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ സുഖജീവൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.